ഹലോ, രാവിലെ തന്നെ ഒരുങ്ങിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ എന്റെ അമ്മയുടെ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം. കുറച്ച് വർഷത്തിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് ഉത്സവം കൂടാൻ പോകും. അതുകൊണ്ട് അതിന്റെ എക്സൈറ്റ്മെന്റ് എനിക്ക് നല്ല രീതിക്ക്. അങ്ങനെ നമ്മൾ ഒരു 12:30 കറക്റ്റ് അമ്പലത്തിൽ. പക്ഷേ നമ്മൾ ആദ്യം പോയത് ഐസ്ക്രീം കുടിക്കാനാണ്. കാരണം ചെറിയ വിശപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ നേരെ പോയത് അന്നതാണ്. കാരണം ഉച്ച സമയമല്ലേ, നല്ല വിശപ്പുണ്ട്. പിന്നെ ഭയങ്കര തിരക്കുമായിരുന്നു. അവിടെ നിന്ന് ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ വീട്ടിൽ പോയി സുഖമായിട്ടൊന്ന് കിടന്നു. ഉറങ്ങി എണീറ്റ് കുളിച്ചിട്ടൊക്കെ രാത്രിയിലത്തെ ഫുഡ് കഴിച്ചു. കൂടെ വേൾഡ് കപ്പും കൂടെ കാണാൻ വിചാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീണ്ടും അമ്പലത്തിലോട്ട് പോകും. കാരണം രാത്രി ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഉത്സവത്തിൽ രാത്രി അമ്പലത്തിൽ പോകുന്നത് വേറൊരു വൈബ് തന്നെയാണ്. ദാ അവിടെ ആ കളർ ലൈറ്റ് കാണുന്നതാണ് അമ്പലം. ഇവിടെ നീ 6 കടന്ന് വേണം അമ്പലത്തിലോട്ട് പോകാൻ. പണ്ട് ഇവിടെ ഒരുപാട് കളിച്ചും കുളിച്ചും ഒക്കെ വളർന്നതാണ്. പക്ഷേ ഇപ്പൊ ഇത് കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജി അടിക്കും. അങ്ങനെ ഈ ഒരു ചെറിയ പാലം കടന്ന് നമ്മൾ നേരെ അമ്പലത്തിൽ ഈ സമയത്ത് എന്തൊക്കെയോ പൂജ നടക്കും. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ പതുക്കെ അങ്ങോട്ട് നടന്നു. എങ്ങോട്ടാണ് നമ്മൾ ആദ്യം പോകുന്നതെന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അതെ, ആദ്യമേ നമ്മൾ പോയത് ഫാൻസി സ്റ്റോളിലാണ്. അവിടെ എന്തൊക്കെയോ നോയിക്കൊണ്ട് നിന്നപ്പോഴാണ് വിളക്ക് കേട്ട് കൊണ്ടുവരുന്നത് കണ്ടത്. അങ്ങനെ അതൊക്കെ കണ്ട് അവിടെ നിന്നപ്പോഴാണ് സ്റ്റേജിൽ ഡാൻസ് തുടങ്ങിയത്. തിരുവാതിരയാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് നേരം ഡാൻസ് ഒക്കെ കണ്ടിരുന്നിട്ട് നമുക്ക് ദാഹിച്ചതുകൊണ്ട് കുലുക്കി സർബത്ത് കുടിക്കാൻ വിചാരിച്ചു. സർബത്തൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു വന്നപ്പോൾ കൈകൊട്ടിക്കളി തുടങ്ങി. ഡാൻസ് ഒരു രക്ഷയില്ലായിരുന്നു. ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ.